കൊല്ലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹൈക്കോടതി അഭിഭാഷകൻ പി ജി മനുവിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹം ഉടൻ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. സംസ്കാരം വൈകിട്ട് പിറവത്തെ വീട്ടുവളപ്പിൽ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും ഷമീർ അബ്ദുൾ ആണ് ചേരുന്നത്. ഷമീർ, എന്തായാലും വലിയ ഞെട്ടലായിരുന്നു അഭിഭാഷകന്റെ ആ ഒരു മരണം എന്നുള്ളത്. അതിൽ മറ്റ് നടപടികൾ എല്ലാം പൂർത്തിയായിട്ടുണ്ടോ? പോസ്റ്റ്മോർട്ടം പൂർത്തിയായോ? അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രത്യേകമായി പറയുന്നത്? വിവരങ്ങൾ നൽകാം. പ്രാഥമികമായും ഇതൊരു ആത്മഹത്യയാണ്, തൂങ്ങിമരണമാണ് എന്നുള്ള കണ്ടെത്തൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതിന്റെ പ്രിലിമിനറി റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നമുക്കറിയാം, ഈ പി ജി മനുവിനെതിരെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. ഒരു യുവതി തന്നെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. ആ വീട്ടിലേക്ക് പി ജി മനു എത്തുകയും അവരോട് മാപ്പ് പറയുകയും ചെയ്യുന്ന വീഡിയോ ആണ് പുറത്തു വന്നത്. ഇതിനുശേഷം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു പി ജി മനു എന്നാണ് ഇപ്പോൾ സുഹൃത്തുക്കൾ, ആ മുറിയിൽ താമസിച്ച സഹാഭിഭാഷകർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ആ മൊഴി പോലീസ് സ്വീകരിക്കും. അതുപോലെ തന്നെ ആ വീഡിയോ പുറത്തുവിട്ട സാഹചര്യം, ആ വീഡിയോ പുറത്തുവിട്ടവർ തുടങ്ങിയവരുടെയൊക്കെ തന്നെ മൊഴി കൊല്ലം വെസ്റ്റ് പോലീസ് എടുക്കും. മൃതദേഹം എറണാകുളത്തെ പിറവത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നതാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മൃതദേഹം അല്പസമയത്തിനകം ഇവിടെ ബന്ധുക്കൾ എറണാകുളത്തേക്ക് കൊണ്ടുപോകും. സ്വാതി. ശരി, ഷമീർ കൊല്ലത്താണ്. തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹൈക്കോടതി അഭിഭാഷകൻ പി ജി മനുവിന്റെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ആത്മഹത്യ എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം.